30 ജില്ലാ കമ്മിറ്റികളിൽ 27 ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തതായി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു അസ്വാരസ്യവുമില്ലെന്നും ഇല്ലാത്ത വാർത്തകൾ വരുന്നത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. 27 ജില്ലാ പ്രസിഡന്റുമാരിൽ 4 പേർ വനിതകളാണ്. ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള 3 പേരെയും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള 2 പേരെയും 40 വയസ്സ് തികയാത്ത 3 പേരെയും പ്രസിഡന്റായി നിയമിച്ചിട്ടുണ്ടെന്നും എവിടെയും മത്സരമില്ലെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ 25,400ഓളം ബൂത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടി ഇതിനോടകം 18,000-ലധികം ബൂത്തുകളിൽ വ്യവസ്ഥാപിതമായ കമ്മിറ്റികൾ, ഒരു പ്രസിഡന്റും 11 അംഗങ്ങളുമുള്ള ബൂത്ത് കമ്മിറ്റികൾ ഞങ്ങൾ മിനിമം 50 മെമ്പർമാരെങ്കിലും പ്രാഥമിക അംഗങ്ങളെങ്കിലും ഉള്ള ബൂത്തുകളിൽ മാത്രമാണ് ഒഫീഷ്യൽ കമ്മിറ്റികൾ നിലവിൽ വരുന്നത്. അങ്ങനെയുള്ള 18,000-ലധികം ബൂത്തുകളിൽ ഇതിനോടകം കേരളത്തിൽ BJPയുടെ ഒഫീഷ്യലായിട്ടുള്ള ഔദ്യോഗിക കമ്മിറ്റികൾ നിലവിലുണ്ട്. എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് ഒരു 22,000 ബൂത്തിലധികം സ്ഥലങ്ങളിൽ, അപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ നിർണായകമായിട്ടുള്ള സ്വാധീനമില്ല. മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് 60% ബൂത്തുകളിലും, കാസർഗോഡ് ജില്ലയിലെ ഏതാണ്ട് 10% ബൂത്തുകളിലും, കണ്ണൂർ ജില്ലയിലെ ഏതാണ്ട് 30% ബൂത്തുകളിലും ഞങ്ങൾക്ക് നാമമാത്രമായിട്ടുള്ള അംഗങ്ങളെ ഉള്ളൂ. ആകെയുള്ള 25,400 ബൂത്തുകളിൽ നിലവിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളുള്ളത് 22,000-ലധികം ബൂത്തുകളിലാണ്. 269 മണ്ഡലം പ്രസിഡന്റുമാരിൽ 34 പേർ വനിതകളാണ്. 27,400 ബൂത്തുകളിൽ 18,000 ബൂത്ത് കമ്മിറ്റികളും രൂപീകരിച്ചു കഴിഞ്ഞു. CPM കഴിഞ്ഞാൽ ഏറ്റവും ബൂത്ത് കമ്മിറ്റികളുള്ളത് BJPക്കാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പാലവീണ ചെകുത്താനെ പോലെയാണ് സന്ദീപ് വാര്യർ. കോൺഗ്രസിൽ 1,900 വക്താക്കളുണ്ടെന്നും അതിൽ ഒരു വക്താവ് മാത്രമാണ് സന്ദീപ് വാര്യരെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. BDJS NDA വിട്ടുപോകില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. BJP നേതാക്കളായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജസ്റ്റിൻ ജേക്കബ്, അഡ്വക്കേറ്റ് KR ഹരി, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ.